പൊതുവെ പൊതുകലാലയങ്ങളിലൊക്കെ കേൾക്കുമ്പോൾ ഒരു ചോദ്യമാണ്, മനുഷ്യൻ നന്നാവാൻ മതം വേണോ? മതമല്ലാതെ എത്ര നല്ല മനുഷ്യന്മാർ നല്ല നിലക്ക് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് തിരിച്ചു ചോദിക്കാം. പൊതുവെ എല്ലാവരും പറയും, എന്തിനാണ് ഇവിടെ ട്രാഫിക് സിഗ്നൽ എന്ന് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാം. മനുഷ്യന്മാരൊക്കെ നല്ലവരല്ലേ, കണ്ടറിഞ്ഞ് വണ്ടി ഓടിച്ചാൽ പോയിക്കോട്ടെ, നല്ല മനുഷ്യന്മാരല്ലേ. എന്തിനാണ് ഇവിടെ ഭരണകൂടവും പോലീസിങ്ങും പട്ടാളവും പാർലമെൻറ്റും എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയും ഒക്കെ എന്തിനാ? മനുഷ്യന്മാരൊക്കെ നല്ലവരല്ലേ, സ്വതസിദ്ധമായിട്ട് അങ്ങോട്ട് ജീവിച്ചു പോയിക്കോട്ടെ. അങ്ങനെയല്ല, മനുഷ്യന്മാർക്ക് തെറ്റ് ചെയ്യാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രലോഭനം ഉണ്ടാവും. ആ പ്രലോഭനത്തിൽ നിന്നും റഹബത്തും നൽകി അവനെ അകറ്റി നിർത്താൻ അതിനൊരു പ്രത്യേക ഐഡിയോളജിക്കേ കഴിയുള്ളൂ. വിശുദ്ധ ഇസ്ലാമിന് അത് കൃത്യമായിട്ടും സമ്പൂർണ്ണമായിട്ടും കഴിയും. അപ്പം മതം വേണോ മതം വേണ്ടേ എന്നുള്ള ചർച്ചയിലെ ഒരു പ്രസക്തി ഇല്ല. കാരണം മതമുണ്ടാക്കിയ എത്തിക്കൽ ഫ്രെയിംവർക്കിനകത്താണ് മനുഷ്യന്മാരൊക്കെ ജീവിക്കുന്നത്. നമ്മളൊക്കെ കളവ് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മതം അനുശാസിക്കുന്ന പോലെ ജീവിക്കുന്നുകൊണ്ടാണ്. നമ്മൾ ആളുകളെ പറ്റിക്കാത്തത് എന്തുകൊണ്ടാണ്? മതം അനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ലോകത്തുള്ള കോടാനുകൂടി മനുഷ്യന്മാർ, ഒരുപാട് മനുഷ്യന്മാർ മതം അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ ഈ നിരീശ്വരവാദികളൊക്കെ കളിയാക്കാറുണ്ട്, ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് വിശ്വാസികളെ. അതായത് വിശ്വാസികൾക്കൊരു ഒരു ദുശീലുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചൊക്കെ പറയും, ഇത് കണ്ടുപിടിച്ചു, പക്ഷേ ഇത് കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് അള്ളുണ്ട്. ആ ഒരു രീതിയിലല്ല നമ്മൾ. ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കാണുമ്പോൾ അവിടെ അള്ളാനെ തിരികിയിട്ട് അത് അള്ളാഹ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട്, അത് ദൈവം എന്ന് പറയുന്ന ഒരു രീതി പൊതുവെ സമൂഹങ്ങളിലൊക്കെ ഉണ്ട്. അതിനെ കളിയാക്കാറുണ്ട് ചിലപ്പോൾ. ഗോഡ് ഓഫ് ഗ്യാപ്സ്, ഗ്യാപ്പുകളിൽ തിരികുന്ന ദൈവം എന്ന അർത്ഥത്തിൽ അവർ കളിയാക്കാറുണ്ട്. പക്ഷേ നേരെ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഗോഡ് ഓഫ് സ്പേസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആശയമുണ്ട്. ചില സ്പേസുകൾ, ദൈവം എന്ന ആശയം ഒക്കുപ്പൈ ചെയ്ത ചില സ്പേസുകളുണ്ട്. അവിടുന്ന് അതിനെ എടുത്തു മാറ്റിയാൽ പകരം വെക്കാൻ ഒന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ സമാധാനത്തോടെ ജീവിക്കുകയും അന്യമതക്കാരെ ദ്രോഹിക്കാതിരിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പോകുന്നതുകൊണ്ടാണ്. നമ്മൾ മതം അനുശാസിക്കുന്നുണ്ടാണ്. നമ്മളൊരാളെ വഞ്ചിക്കാത്ത എന്തുകൊണ്ടാണ്? മതം അനുശാസിക്കുന്ന പോലെ ജീവിക്കുന്നുണ്ടാണ്. ആ സ്പേസുകളിലൊക്കെ മതം നിലനിൽക്കുന്നു. മതം ഇല്ലാതായി കഴിഞ്ഞാൽ ഇതിനൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഒരു എത്തിക്സാണ്, ഈ ഒരു മതത്തിൻ്റെ ഈ ഒരു എത്തിക്സ് അത് പുറത്തുനിന്ന് വരണം. അത് ദൈവപ്രോക്തമാണ്, അത് ദൈവികമായി വരേണ്ടതാണ്. അല്ലാതെ എൻ്റെ ധാർമ്മികത ഞാൻ തീരുമാനിക്കും എന്ന രീതിയിലല്ല. കേരളത്തിലൊരു വനിതാ യുക്തിവാദിനി ഒരിക്കൽ പറഞ്ഞു, പോത്തുകളൊക്കെ ജീവിക്കുന്നത് മതം ഉണ്ടായിട്ടാണോ? ഭയങ്കര നല്ല വൈറലായി. ചെറിയ കുട്ടികൾക്കിടയിലൊക്കെ വലിയൊരു തരംഗമുണ്ടായി. ചെറുപ്പക്കാർക്കിടയിലൊക്കെ ശരിയാണല്ലോ, മൃഗങ്ങളൊന്നും മതം ഉണ്ടായിട്ടല്ലല്ലോ ജീവിക്കുന്നത്. കേരളത്തിലൊരു പ്രധാനപ്പെട്ട പ്രഭാഷകനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എണീറ്റ് വന്നിട്ട് സദസ്സിലേക്ക് വന്നിട്ട് ഉത്തരമൊന്നും പറയാതെ തിരിച്ചു പോയിരുന്നു. അപ്പോൾ ഇയാൾ വീണ്ടും ചോദിച്ചു, നിങ്ങൾ എന്താ എൻ്റെ ചോദ്യത്തിന് മറുപടി അറിയാത്ത? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടല്ല പോത്തുകൾ ജീവിക്കുന്നത്. അപ്പോൾ അതന്നെയാണ് സംഭവം. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം, മനുഷ്യനൊരു ദാർശനിക ജീവിയാണ്. അവന് വേദനകളെക്കുറിച്ച്, അവന് നീതിയെക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. പോത്തൊരു ദാർശനിക ജീവിയല്ല. എന്തുകൊണ്ട് മതം വേണം എന്നുള്ള പ്രശ്നത്തിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോൾ ഈ ഗ്രൗണ്ടിലേക്കൊരു നായ വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗം വന്നു, നമ്മൾ അതിനെ നന്നായി ദ്രോഹിച്ചു. പിറ്റേന്നും ദ്രോഹിച്ചു. ആ ജന്തു ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴൊക്കെ ഒരാൾ അതിനെ സ്ഥിരമായി ദ്രോഹിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഒരാഴ്ച ഈ ദ്രോഹം ഏറ്റു കഴിഞ്ഞിട്ട് ആ ജന്തു ചിന്തിക്കുമോ, ഇത് വലിയൊരു അനീതിയാണ്, ഇതിനെതിരെ ഞാൻ പ്രതികരിക്കും, ഞാൻ യൂണിയൻ ഉണ്ടാക്കുമെന്ന് ചിന്തിക്കൂല. അതിന് ദാർശനിക ചിന്തയില്ല. പക്ഷെ മനുഷ്യനാണ് ചിന്തിക്കും. മനുഷ്യൻ ആലോചിക്കും, ഇത് അനീതിയാണ്. കൊല്ലപ്പെട്ട് കഴിഞ്ഞ ആളുകളെ അവരുടെ മരണത്തിൽ നിന്ന് ഒരാൾ പുനർജീവിപ്പിച്ച് ചോദിച്ചിട്ട് നീതി വേണ്ടെന്ന് വെച്ചാൽ വേണമെന്നേ അയാൾ പറയുള്ളൂ. നീതിയുടെ പ്രശ്നം എന്ന വലിയൊരു സംഭവമുണ്ട്. അത് മതത്തിന് മാത്രമേ മുന്നോട്ട് വെക്കാൻ കഴിയുള്ളൂ. അത് ആ ഒരു ചിന്ത മതത്തിന് മാത്രമേ മുന്നോട്ട് വെക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് ഇപ്പോൾ ഗസയിൽ എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചു വീഴുന്ന സമയത്ത്, ഞാനിപ്പോൾ 2 ആഴ്ച മുമ്പ് റേഷൻ കടയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു പച്ചക്കറി കടക്കാരുണ്ട്. അയാൾ വന്നിട്ട് പറഞ്ഞു, കൂട്ടപ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കൂല, ഭയങ്കര റൈസായിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, അപ്പം എന്താണ് പ്രശ്നം? അങ്ങനെ ഗാസയിലെ കുട്ടികൾക്ക് ഉത്തരം കിട്ടണ്ടേ? എത്ര ആൾക്കാരാണ് ഈ ദ്വയർക്കണത്? അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ദ്വയർന്നോളി, താജ്ജുദൊക്കെ നിസ്കരിച്ച് നമുക്ക് ദ്വയ സ്വീകരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അവസാനം ഞാൻ അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തു, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണേണ്ടത്. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിനൊരു സുന്നത്തുണ്ട് ഭൂമിയിൽ. അള്ളാഹു വില്ലേജ് ഓഫീസറെ പോലെ നമ്മൾ ഒരു അപേക്ഷ എഴുതി കൊടുക്കുമ്പോൾ ഒപ്പിട്ട് തരുന്ന ഒരു സംഭവമായിട്ട്, ഒരു സൂപ്പർമാനായിട്ടാണ് കുറേ ആളുകൾ പടച്ചോനെ കണ്ടിരിക്കുന്നത്. എന്താണ് ദുആ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ,
എന്താണ് ദുനിയാവിലെ ബലാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പക്ഷേ തീയിൽ ഇരുമ്പ് കടന്ന് പഴുക്കുന്നത് പോലെ പഴുപ്പിച്ച് എല്ലാ മാലിന്യങ്ങളെയും ഊറ്റിക്കളഞ്ഞതിന് ശേഷം അള്ളാഹു മനുഷ്യന്മാരെ ആത്മാവിൻ്റെ ലോകത്തേക്ക് അങ്ങോട്ട് സ്വീകരിക്കും. നല്ല നല്ല മനുഷ്യന്മാരെ അള്ളാഹു സ്വീകരിക്കും. ഞാനിത് പറയാൻ കാരണം, മതം എന്ന ആ ഒരു ചട്ടക്കൂട് മനുഷ്യനെ എത്രത്തോളം പ്രതീക്ഷയുള്ള ഒരു ജന്തുവാക്കി മാറ്റും എന്നത് വിശദീകരിക്കാനാണ്. നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ, നല്ല മനുഷ്യന്മാർ, സുന്നത്തൊന്നും ഒഴിവാക്കാതെ ജീവിക്കുന്ന മനുഷ്യന്മാർ വലിയ വേദനയിൽ ജീവിക്കുന്നു. നേരെ മറിച്ച് എല്ലാ അലമ്പും കളിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ, ഒരു എല്ലാ ദുർനടപ്പിലൂടെയും മുന്നോട്ട് പോകുന്ന മനുഷ്യന്മാർ, അവർ വളരെ ലാവിഷായിട്ട് ജീവിക്കുന്നു. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഗസയിലെ കുട്ടികൾക്ക്, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ കളിക്കുന്ന കളി എന്താണ്? ഷഹീദ് അബ്ദുള്ള കൊണ്ട് ഒരു 5-6 കുട്ടികൾ ഒരു കുട്ടീനെ ഒരു സ്ട്രക്ചർ പോലെ ഒരു സാധനത്തിൽ കടത്തി കൊണ്ടുപോവുക. അവരുടെ കളി തന്നെ അതായി മാറിയിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് അവർ കാണുന്ന ഒരു കാഴ്ചയാണ് ഷഹീദുകൾ, അങ്ങനെ ചോര വാറുന്ന ഷഹീദുകളെ കൊണ്ടുപോകുന്ന കാഴ്ച അവർ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ അവരുടെ കളി തന്നെ അതായി മാറി. നമ്മുടെ കുട്ടികളൊക്കെ എന്താ വീട്ടിൽ കളിക്കൽ? ഡിജിറ്റൽ ഗെയിമുകളാണ്. ഇതൊക്കെ പരിഹരിക്കാൻ ഒരു ലോകമുണ്ടാവണം എന്നൊരു മനുഷ്യൻ ചിന്തിക്കും. മനുഷ്യൻ ദാർശനിക ജീവിയാണ്. മനുഷ്യന് പോത്തുകളെ പോലെയല്ല. മനുഷ്യന് മതനിരാസം സാധ്യമല്ല. എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്തൊക്കെ ഇവിടെ സംഭവിച്ചു, അതിനുള്ള പരിഹാരം എങ്ങനെ എന്ന ദാർശനികമായ ചോദ്യങ്ങൾ മനുഷ്യനെ എന്നും ഉണർത്തിക്കൊണ്ടിരിക്കും. ഒരു കുട്ടി എഴുതി വെക്കുകയാണ് അതിൻ്റെ വസിയത്ത്. ഒരു 9-10 പ്രായമുള്ളൊരു ഗസയിലൊരു പെൺകുട്ടി, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ പെൺകുട്ടി എഴുതി വെക്കണ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ചെറിയ പൊസഷൻസ്, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പേന, പൂവ്, ഡയറി, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അത് ഇന്ന കൂട്ടുകാരിക്ക് കൊടുക്കണം. ഞാൻ മരിക്കാൻ സാധ്യത ഉണ്ട്. 9-10 വയസ്സുള്ളൊരു കുട്ടി വിചാരിക്കുകയാണ് അത് ഇന്ന ആൾക്ക് കൊടുക്കണം, അത് ഇന്ന ആൾക്ക് കൊടുക്കണം. ഒരു കുട്ടിക്ക് എഴുതി വെക്കാൻ പറ്റുന്ന എങ്ങനെ? എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് 3-4 മക്കളൊക്കെ ഒരു മരണപ്പെട്ടു പോയൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ഡോക്ടർ പിന്നിന്ന് വിളിച്ച് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ അയാൾ പറയണത് ലസ്നാബി അവലിന്നാസി വ ആഖിരിഹിം. നമ്മൾ ഇത് ആദ്യമായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരൊന്നുമല്ല സ്വന്തം മക്കൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവസാനത്തെ ആളുമല്ല. ഇതൊക്കെ പണ്ടേ ഇവിടെ ഉള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ 6 മക്കളും മരണപ്പെട്ടു പോയി. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതകാലത്ത് തന്നെ ഖാസിമും ഇബ്രാഹിമും ഒക്കെ മുലകുടി മാറുന്നതിന് മുമ്പും 2 വയസ്സാവുമ്പോഴും ഒക്കെയാണ് മരണപ്പെട്ടു പോകുന്നത്. അതെന്താ കാരണം? അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാവു, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ നബിമാരാണ്. അതുപോലെ തന്നെ അൽമർഉ യുബ്തല അലാ ഹസബി ദീനിഹി, അവൻ്റെ ഈമാൻ എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ച് അവന് പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ദാർശനിക ബോധമുള്ളൊരു വിശ്വാസിക്ക് എത്ര മനോഹരമായിട്ട് മരണത്തെ സമീപിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായിട്ട്, എത്ര ക്രിയാത്മകമായിട്ട് അവർക്ക് ജീവിതത്തിലെ പ്രയാസങ്ങളെ സമീപിക്കാം, എത്ര ധൈര്യത്തോടെ അവർക്ക് സമീപിക്കാം. പക്ഷെ ഒരു നിരീശ്വരവാദിക്ക് ക്യാൻസർ പിടിപെട്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്ത് കോപ്പാണ് അയാൾക്കുള്ളത്, എന്ത് പ്രതീക്ഷയാണ്. അയാളുടെ കൂടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പയറ് പോലെ നടക്കുന്നുണ്ടാവും. അയാൾക്കൊരു പ്രതീക്ഷയില്ല. മരണത്തോട് അയാൾ എത്ര ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് അയാൾ മരണത്തെ അഭിമുഖീകരിക്കുക. ഇങ്ങനെ ഒരു ദാർശനിക ഭാവം മനുഷ്യർക്ക് പകർന്നു നൽകുന്നത് മതമാണ്. അത് മതത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ ഇത്രത്തോളം എല്ലാം നേടിയിട്ടും മനുഷ്യൻ്റെ വേദനകളെ അവനെ ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല എന്ന് യുവാൽ ഹരാരിയൊക്കെ എഴുതുന്നത് കാണാം. നമ്മൾ നമ്മുടെ നമ്മുടെ പ്രകൃതിയെ നമ്മൾ കീഴടക്കി കഴിഞ്ഞു. നമ്മുടെ ഭക്ഷ്യോൽപാദനം നമ്മൾ വർദ്ധിച്ചു കഴിഞ്ഞു. ആവശ്യമായിട്ട് ഒഴിവാക്കുക, വലിച്ചെറിയാം. നമ്മൾ വലിയ പട്ടണങ്ങളുണ്ടാക്കി, നമ്മൾ സാമ്രാജ്യങ്ങളുണ്ടാക്കി, നമ്മൾ വലിയ റോഡ് നെറ്റ്വർക്കുകളുണ്ടാക്കി, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുണ്ടാക്കി, കണ്ട് ഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കി. എന്നിട്ടും അദ്ദേഹം ചോദിക്കുകയാണ്, ബട്ട് ഡിഡ് വി ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് സഫറിങ് ഇൻ ദ വേൾഡ്? ലോകത്തുള്ള വേദനയുടെ ആഴം, ലോകത്തുള്ള വേദനയുടെ, മനുഷ്യന്മാർ അനുഭവിക്കുന്ന വേദനയുടെ തീവ്രത അല്പമെങ്കിലും കുറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സാപ്പിയൻസിൻ്റെ 465 പേജിൽ യുവാൽ ഹരാരി ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്ന ആൾ നിരീശ്വരവാദിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ. ആ ചോദ്യം നമുക്കുള്ളതാണ്. ആ ചോദ്യം മതത്തിലേക്കുള്ള വിളിയാണ്. മനുഷ്യന്മാരുടെ വേദനകൾ ഇല്ലാതാക്കാൻ, മനുഷ്യന്മാരുടെ വേദനകൾക്ക് അർത്ഥം നൽകാൻ, ആ വേദനകളെ സമീപിക്കാനുള്ള ചങ്കൂറ്റം നൽകാൻ അത് ദാർശനിക ജീവിയായ മനുഷ്യനെ കഴിയുള്ളൂ. യുവാൽ ഹരാരി എന്നെ ഒരിക്കൽ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, പണ്ടുള്ള ആളുകളൊക്കെ മരണത്തിൻ്റെ അർത്ഥം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഇപ്പോഴുള്ള ആളുകളൊക്കെ മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ള ചിന്തയിലാണ്.
പണ്ടുള്ള ആളുകൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമൊന്നുമില്ല, അതുകൊണ്ട് അതിൻ്റെ മീനിങ് അതിന് സംബന്ധമായ മീനിങ് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ആളുകൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം പരിഹാസിച്ചു പോയോടെയാണ് പറയുന്നത്. പക്ഷേ മരണം അവിടെ നിൽക്കട്ടെ, നീതിയുടെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വേദനകളുടെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യനെ ഒരു ധാർമ്മിക ജീവി എന്ന രീതിയിലും ദാർശനിക ജീവി എന്ന രീതിയിലും മനുഷ്യനെ മാറ്റിപ്പണിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ലോകത്ത് ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ വന്നു. എല്ലാം ആധുനികതയ്ക്ക് ശേഷം വന്ന, അത് സെക്യുലർ ലിബറൽ ആയ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും പലപ്പോഴും മതങ്ങളെ തള്ളിപ്പറഞ്ഞു, മതങ്ങളെ അരുക്കാക്കി, മതം എന്ന ദാർശനിക പദ്ധതിയെ തന്നെ തള്ളിക്കളഞ്ഞു, മതം എന്ന അനുഭൂതിയെ നിരാകരിച്ചു. പക്ഷെ അപ്പോഴും മതം മനുഷ്യരിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലാണെങ്കിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഐൻസ്റ്റീൻ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, നമുക്കറിയാം. ഐൻസ്റ്റീൻ ബൈബിളിലെ വചനങ്ങൾ എടുത്തിട്ട് ഐസക് ന്യൂട്ടൻ ഇല്ലാതെ ആധുനിക ശാസ്ത്രമില്ല. ഈ ഐസക് ന്യൂട്ടൻ ഒരു ബൈബിളിലെ ചില വചനങ്ങൾ എടുത്തിട്ട് 2300 ഏതോ ഒരു വർഷം ലോകാവസാനം ഉണ്ടാവും എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. വിശ്വാസവും മതവും തമ്മിൽ, വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവും നമുക്ക് കാണാൻ കഴിയില്ല. അത് രണ്ട് രജിസ്റ്ററാണ്. രണ്ടും ഒന്നിനോട് പ്രത്യേക രീതിയിൽ ഘടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മുടെ ഒരു സഹജമായ ഭാവമാണ്, ശാസ്ത്രീയമായ അന്വേഷണം എന്നുള്ളതൊക്കെ. പക്ഷെ മതം അത് സഹജമായൊരു അനുഭൂതി വേണം. ഇത് രണ്ടും ഒരുമിച്ചാണ് പോവുക. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ശാസ്ത്രബോധം നമ്മൾ എന്തിലേക്ക് ചുരുക്കി. നമ്മൾ പറയും പുതിയ കണ്ടെത്തലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഖുറാനിലുണ്ടല്ലോ എന്ന് പറയും. എന്നിട്ട് അവൻ ചെയ്യുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു ബിരുദൻ ഫോട്ടോഷോപ്പിൽ മേഘത്തിൽ അള്ളാഹു മുഹമ്മദ് എന്നൊക്കെ എഴുതിയിട്ട് മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ വിടും. എന്നിട്ട് അത് ഷെയർ ചെയ്യുന്നൊരു ശാസ്ത്രബോധത്തിലേക്ക് ഒരുപാട് മുസ്ലിം സമൂഹങ്ങൾ അത് പതിച്ചു. അതാണ് ശാസ്ത്രബോധം. അതേ സമയത്ത് മനുഷ്യാധ്വാനത്തിൻ്റെ പാരമ്യമായ ഒരുപാട് ബില്യൺ കണക്കിന് ഡോളർ ചിലവഴിച്ചിട്ട് ഒരു സാധനം കണ്ടെത്തുമ്പോൾ പറയും ഇതൊക്കെ ഖുറാനിലുള്ളതല്ലേ എന്ന് പറയും. എന്നാൽ നിങ്ങൾ കണ്ടുപിടിക്കണോ എന്നൊക്കെ സലാം പൈസ ഉളവിട്ട് ഒരു ഉസ്താദൊക്കെ പ്രസംഗിക്കുന്നത് കാണാം. നമ്മൾ അതിലേക്ക് പോകണം. അതിലേക്ക് പോയിട്ട് മതനിരാസം പോലുള്ള മതത്തോടുള്ള വെറുപ്പ് ആളുകൾക്ക് ഇല്ലാതാക്കാനുള്ള ശ്രമം നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ആധുനിക ഡെമോക്രസിയെക്കുറിച്ച് ഇങ്ങനെ പറയും, ഡെമോക്രസി എന്ന് നല്ല സംഭവം. ഡെമോക്രസിയും മതവും പറയുമ്പോൾ പരസ്പരം വൈരുദ്ധ്യമായിട്ട് പറയും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത സമയത്ത് പറയുന്നുണ്ട്, അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഫഇന്നി ഖദ് വുല്ലിതു അലൈക്കും വലസ്തു ബിഖൈരിക്കും. എൻ്റെ ജനങ്ങളെ, ഞാനിതാ നിങ്ങളുടെ അധികാരം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളെക്കാൾ ഉത്തമനൊന്നുമല്ല. ഇതിലേറെ ശക്തമായൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്മെൻ്റ് എവിടെയുള്ളത്? ഇത്ര ശക്തമായ ഡെമോക്രസിയെ മുന്നോട്ട് വെക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് എവിടെയുള്ളത്? ഇന്നത്തെ ഡെമോക്രാറ്റിക് വാല്യൂ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നു, ഞാൻ നല്ലത് ചെയ്താൽ വൈൻ അഹ്സൻതു ഫഅഈനൂനി വൈൻ അസഅതു ഫഖവ്വിമൂനി, ഞാൻ ശരിയാവാതെ നല്ല മോശം വഴിയിൽ പോവുകയാണെങ്കിൽ എന്നെ നേരെയാക്കണം. അസ്സിദ്ഖു അമാന, സത്യസന്ധത എന്നുള്ളത് അത് വലിയൊരു അമാനത്താണ്. അത് കാത്തു സൂക്ഷിക്കണം, സത്യസന്ധത പാലിക്കണം. വൽകദിബു ഖിയാന, നുണ എന്നുള്ളത്, വ്യാജം എന്നുള്ളത് അതൊരു വഞ്ചനയാണ്. എന്നിട്ട് പറയുന്ന പ്രസ്താവനയാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലൻ ഭരണാധികാരിയായ എൻ്റെ അടുത്ത് ശക്തനാണ്, അവൻക്ക് അവൻ്റെ അവകാശങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ ശക്തൻ ഒരു പക്ഷേ എൻ്റെ അടുത്ത് ദുർബലനായിരിക്കും. ഈ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ് വലിയ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ അതുണ്ട് എന്നുള്ളൊരു നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് മതം എന്ന അനുഭൂതിയും മതം എന്ന ദാർശനിക ബോധവുമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മനുഷ്യകാലം മുതലേയുള്ള ഒരു പ്രക്രിയയാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ മതവും ദൈവബോധവും തഖ്വയും ഇസ്തിഖാമത്തൊക്കെ വന്ന് നിറയുമ്പോൾ നിർഗളിക്കുന്ന ഒരു രീതിയാണിതൊക്കെ. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ആളുകളെ പിന്തുടരുകയും അവർ റിസാലത്തിൻ്റെ വിശിഷ്ടമായ ശേഷിപ്പുകൾ അവരുടെ വ്യക്തിത്വത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുകയും അത് ജീവിതത്തിലൂടെ പകർത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മതനിരാസത്തെ തോൽപ്പിക്കാനും മതത്തെ മനുഷ്യഹൃദയങ്ങളിൽ സ്ഥാപിക്കാനും കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന്